BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള യാത്രയിലാണ് എന്ന് തന്നെ പറയാം. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ളത്. അതിപ്പോഴും LDFും UDFും തമ്മിലാണ്. അതാണ് ചിത്രം. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം കൃത്യമായി മേധാവിത്വം ഒരു കക്ഷിക്കും നൽകാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചില ജില്ലകളിൽ ഇടതുമുന്നണിയെങ്കിൽ മറ്റിടങ്ങളിൽ UDF എന്ന ചിത്രമുണ്ട്. അപ്രതീക്ഷിതമായ മുന്നേറ്റം NDA നടത്തുന്ന ഇടങ്ങളുമുണ്ട്. അങ്ങനെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായ തരംഗ സൂചനകളൊന്നും പ്രകടമല്ല ഇതുവരെ എന്നതാണ് ചിത്രം. അതാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം അവരുടെ കൊല്ലം, കോഴിക്കോട് പോലെയുള്ള നഗരമേഖലകൾ, ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം കോട്ടയത്തെയും ഒപ്പം കൊച്ചിയിലെയും തൃശ്ശൂരെയും ശക്തി കേന്ദ്രങ്ങളിൽ UDFിന്റെ തിരിച്ചുവരവിന്റെ സൂചനകളുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് UDF തിരിച്ചു വരുന്നു എന്ന സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നു. കൊച്ചിയിലും സംഭവിക്കുന്ന ഇതാണ് സാഹചര്യം. അതേസമയം അഭിമാന പോരാട്ടമായ തിരുവനന്തപുരത്ത് NDA വലിയ ലീഡ് നിലനിർത്തി പോകുന്നു എന്നതാണ് സാഹചര്യം. ശക്തമായ പോരാട്ടം സംഭവിക്കുന്നു എന്നതാണ്. ഒപ്പം തൃശ്ശൂരെ കണക്കിൽ NDAയും വലിയ രീതിയിലുള്ള ഫിഗർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ. അങ്ങനെ NDA ഒരു വലിയ ഫാക്ടറാകുമോ തൃശ്ശൂരിൽ എന്ന പ്രധാനപ്പെട്ട ഘടകം കൂടി അവിടെ നിന്നും ഉയർന്നു വരുന്നു. മുനിസിപ്പാലിറ്റികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 36 എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഏകപക്ഷീയമായിട്ട് തന്നെ LDF മുന്നേറുന്നു എന്നുള്ള കാഴ്ച കാണുന്നു. അതേസമയം മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ UDFിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ്. അതാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ ഇത്ര വ്യത്യാസം വരുന്നത്. മലപ്പുറത്ത് 12-ൽ 11 മുനിസിപ്പാലിറ്റികളിലും UDF ആണ് മുന്നേറുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വലിയ മുന്നേറ്റമാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 42 വാർഡുകളിൽ 22 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 28ഇടത്തും LDF ജയിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDF നേടിയത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 46 വാർഡുള്ളിടത്ത് 5ഇടത്ത് LDF ലീഡ് ചെയ്യുകയാണ്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 34-ൽ 6ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. അങ്ങനെ 3 മുനിസിപ്പാലിറ്റികളിലും ലീഡുണ്ട്. ആറ്റിങ്ങലിലും 4-ൽ 4ഇടത്തും ലീഡ് നേടിയിരിക്കുന്നത് LDF ആണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് NDA തന്നെയാണ്, BJP തന്നെയാണ്. 16 ആയിട്ട് കണക്ക് കൂടിയിരിക്കുന്നു. 16ഇടത്ത് ലീഡ് ചെയ്യുന്നു. 16ഇടത്ത് ജയിച്ചു, BJP ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായാലും BJP ലീഡ് ചെയ്യുന്നു. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ തിരുവനന്തപുരം ജില്ലയിൽ ലീഡ് കൃത്യമായിട്ട് നേടിയിരിക്കുന്നത് LDF ആണ്. UDFന് ഇത്തവണയും നേട്ടമുണ്ടാക്കാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വർക്കലയിൽ വലിയ മുന്നേറ്റം LDF നേടുന്നു. നെടുമങ്ങാടും അങ്ങനെ തന്നെ, നെയ്യാറ്റിൻകരയിലും അങ്ങനെ തന്നെ. കൊല്ലത്ത് കോർപ്പറേഷനിൽ LDFിന്റെ മുന്നേറ്റം. അതേസമയം പുനലൂർ നഗരസഭയിലും കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലും പരവൂരിലും 4ഇടത്തും LDFിന്റെ മുന്നേറ്റമാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ വ്യത്യസ്തമാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും UDFിന്റെ മുന്നേറ്റം കാണുന്നു. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ UDFിന് ഒരു നേരിയ മേൽക്കൈയുണ്ട്. അതെ, നേരിയ മേൽക്കൈ ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്തുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, UDFിന്റെ പരമ്പരാഗത മേഖലകളിൽ ഒരു തിരിച്ചുവരവിന്റെ സൂചന ഉണ്ടാകണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു തരംഗ സൂചനകളോ അല്ലെങ്കിൽ അനുകൂല രാഷ്ട്രീയ നീക്കമോ എന്ന് നമുക്ക് അല്പം കൂടെ കാത്തിരുന്നാൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയാം. തൃശ്ശൂരിൽ പ്രകടമാണ് UDFിന്റെ മാറ്റമുണ്ട്. കൊച്ചിയിലും അത് പ്രകടമാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്തും അത് പ്രകടമാകുമെങ്കിൽ UDFിന് അനുകൂലമായി മധ്യ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടായി എന്ന് നമുക്ക് കരുതാം. നമുക്ക് കാത്തിരിക്കേണ്ടി വരും ആ ചിത്രം. അതേസമയം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴികെ മറ്റ് 2ഇടങ്ങളിലും, അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും മാറ്റമില്ല, ഇടതുമുന്നണിക്കൊപ്പമാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അത് വലിയ രീതിയിലുള്ള NDAക്ക് സാധ്യത നൽകുന്ന രീതിയിലാണ് നിലവിൽ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NDA തന്നെയാണ്. NDAയും LDFുമാണ് ചിത്രത്തിലുള്ളത്. UDF പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവിടെ നടത്തിയിട്ടില്ല എന്നതാണ് ചിത്രം. 16-12 NDAയും LDFും, അതാണ് ചിത്രം. കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ 29-ഉം 8-ഉം UDFും LDFും തമ്മിൽ. കൊച്ചിയിലേക്ക് 26-15-6 എന്നതാണ് ചിത്രം. കൊച്ചി കോർപ്പറേഷൻ LDF മുന്നിലെത്തിയെന്ന ചില കണക്കുണ്ട്. ഒരുപക്ഷെ പരിശോധിക്കുമ്പോൾ ഒന്നുകൂടെ കണക്കുകൾ നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കോഴിക്കോട് 23-8 എന്നതാണ് കണക്ക്, LDFും UDFും തമ്മിൽ. അതേസമയം കണ്ണൂരിൽ 14-15 UDFും LDFും. UDF തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് കോർപ്പറേഷന്റെ ചിത്രം പൊതുവിൽ പരിശോധിക്കുമ്പോൾ വരുന്ന സാഹചര്യം. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 412 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണിയുടെ ലീഡ്. തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം 301 UDFും ഒപ്പത്തിനൊപ്പമുണ്ട്. NDA 23 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയുടെ നമ്പറിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ NDA ലീഡെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കണം. കാരണം അത് ശ്രദ്ധേയമായ നീക്കമായി മാറും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ LDF 33, UDF 22. ഇതാണ് ചിത്രം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും വരുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരവും കൊല്ലവും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്. തൃശ്ശൂരും പാലക്കാടും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്.
ഒപ്പം മറ്റ് ജില്ലാ പഞ്ചായത്തുകളുടെ ചിത്രം കൂടി നമുക്ക് നോക്കാം. മറ്റ് പത്തനംതിട്ടയിൽ UDF ആണ്, ആലപ്പുഴയിൽ LDF ആണ്, കോട്ടയത്ത് UDF, ഇടുക്കി എറണാകുളം UDF എന്നതാണ് ചിത്രം. കാസർഗോഡ് UDF ആണ്, കണ്ണൂർ LDF ആണ്, വയനാട് UDF എന്നതാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ലീഡ് നിലയിൽ വരുന്ന ചിത്രം. അതായത് തുടക്ക സമയത്ത് നോക്കുകയാണ്, തുടക്കമെന്നല്ല പലയിടങ്ങളിലും ഇത് സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞതാണ്. UDFന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്ലേ. ആ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു. 2026 പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ അറിയാം. LDFന്റെ ഏകപക്ഷീയമായ ഒരു വിജയമല്ല കാണുന്നത്. പൊതുവെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ LDF ആണ് മുൻതൂക്കം നേടാറുള്ളത്. അതിത്തവണയും ആവർത്തിക്കും. പക്ഷേ നഗരസഭകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കട്ടയ്ക്ക് കട്ട എന്ന് പറയാം അല്ലെ. കൃത്യം മുനിസിപ്പാലിറ്റികളിൽ മുന്നേറുന്നത് LDF-ഉം UDF-ഉമാണ്. അവിടെ ഓർക്കേണ്ട കാര്യം NDA-ക്കും ഇല്ലേ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 8 ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും BJP ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിലും BJPക്ക് പിടിക്കുവാൻ കഴിയും എന്നുള്ള സൂചനകൾ വരുന്നു. അതായത് തെക്കൻ ജില്ലകളിൽ LDF-ന്റെ മുന്നേറ്റമാണെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ UDF-ന് പഴയ പ്രതാപത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇടുക്കിയും പത്തനംതിട്ടയും ഉൾപ്പെടുന്നു എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് പോലും ഇല്ലേ, കോട്ടയത്ത് കേരള കോൺഗ്രസ് എതിർചേരിയിലാണെങ്കിൽ പോലും UDF-ന് അവിടെ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലപ്പുഴ പക്ഷേ LDF-ന്റെ കൂടെ തന്നെയാണ്. അതേസമയത്ത് മലപ്പുറത്ത് വൻ മുന്നേറ്റമാണ്. നഗരസഭകളിൽ നിലമ്പൂർ ഒഴികെ എല്ലാ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെയാണ് UDF-ന്റെ ടാലിയിൽ കൂടുതൽ നഗരസഭകൾ വരുന്നതിന് കാരണം. മലപ്പുറത്തെ ഈ വലിയ മുന്നേറ്റമാണ്. കൂടുതൽ നഗരസഭകളും മലപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും 14 നഗരസഭകളുള്ളതാണ്. അവിടെയും ലീഡ് ചെയ്യുന്നത്, കൂടുതൽ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അങ്ങനെ പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും മലപ്പുറത്തെയും കണക്കുകൾ വെച്ചാണ് UDF-ന് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നഗരസഭകളിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് ലീഡ് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. 20 കടന്നിരിക്കുകയാണ് BJP. 20-14 എന്നുള്ളതാണ്. LDF-ന് 14 സീറ്റുകൾ. സജിത്ത്, ഒരു ഭരണം പിടിക്കുകയാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP? ഇതൊരു ട്രെൻഡ് സൂചനയായി തന്നെ കരുതേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NDA എന്തായാലും ഒരു പിന്നോട്ട് പോക്കും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മുന്നോട്ട് തന്നെ എന്നതാണ് സാഹചര്യം. ഇനി കൂടുതൽ ഇടങ്ങളിലെ റിസൾട്ട് വരുമ്പോൾ മാറ്റമുണ്ടാകുമോ, ഏതെങ്കിലും പോക്കറ്റുകളിൽ അത്തരം പ്രതിഫലനം ഉണ്ടാകുമോ എന്നത് പ്രകടമാണ്. അത് അറിയേണ്ടി വരും. UDF കാര്യമായ ചലനം ഉണ്ടാക്കിയിട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ എന്നതുകൂടിയാണ് സാഹചര്യം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF-ന് വലിയ മുന്നേറ്റം എന്നതാണ് നിലവിൽ മനസ്സിലാവുന്ന പുറത്തു വരുന്ന ചില ചിത്രം. അത് ഒരുപക്ഷെ അന്തിമ ചിത്രമല്ല. അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമാനമായുള്ള വോട്ടെണ്ണൽ പ്രക്രിയ അതിൻ്റെ അകത്ത് വേണ്ടി വരും. കൂടുതൽ ഇടങ്ങൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മറ്റിടങ്ങളിലെ കൃത്യമായ ചിത്രം പുറത്തു വരുമ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലവും തിരുവനന്തപുരവും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ മധ്യ കേരളത്തിൽ UDF-ന്റെ തിരിച്ചുവരവിൻ്റെ സൂചനകൾ ഉണ്ട്. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ല UDF-നൊപ്പം തന്നെ മറ്റിടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളും കാണുന്നു. കാസർഗോഡ് ജില്ലയിൽ UDF-ന്റെ ശക്തമായ ചില മുന്നേറ്റങ്ങളും പ്രകടമായിട്ടുണ്ട് എന്നതുകൂടിയാണ് പൊതുവിലുള്ള സാഹചര്യം. കണക്കുകൾ പൂർണ്ണമല്ല, നമുക്ക് അറിയേണ്ടി വരും അന്തിമ കണക്കെടുപ്പ്. എന്തായാലും കൃത്യമായ നീക്കം. പാലാ നഗരസഭയിൽ അതിശക്തമായ മത്സരമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന, കേരള കോൺഗ്രസ് എമ്മിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന പാലാ നഗരസഭയിൽ ഇത്തവണ